1963 തുർക്കിയിൽ നടന്ന ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം. കാപ്പാഡോഷ്യക്കാരനായ ഒരാൾ തന്റെ വീടിന്റെ ഭൂഗർഭനിലയിൽ അറ്റകുറ്റപ്പണികൾ നടത്തവേ ഒരു ചെറു തുരങ്കം കണ്ടെത്തി. ഒരു കൗതുകത്തിനായി തുരങ്കം എവിടേക്കാണ് എത്തുന്നതെന്ന് അറിയാൻ നോക്കിയ അയാൾ ആ കാഴ്ച കണ്ട് ഞെട്ടി. 1000 വർഷത്തിലേറെ പഴക്കമുള്ള ഡേരിൻക്യൂയു എന്ന പുരാതന നഗരത്തിലേക്കായിരുന്നു ആ തുരങ്കം അയാളെ നയിച്ചത്. വേറെയും ഭൂഗർഭ നഗരങ്ങൾ തുർക്കിയിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും 60 മീറ്റർ വരെ താഴ്ചയുള്ള ഡേരിൻക്യൂയു ആണ് ഇക്കൂട്ടത്തിൽ വലുത്. 20,000 പേരെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുള്ള ഒരു 18 നില നഗരമാണ് ഗവേഷകർ ഇവിടെ കണ്ടെത്തിയത്. എന്നാൽ ഇതിൽ 8 എണ്ണത്തിൽ മാത്രമേ എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളൂ. മാത്രവുമല്ല, ഇവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് ആവശ്യത്തിന് കാറ്റും വെളിച്ചവും ലഭിക്കുന്നതിനായി 15,000-ത്തിലധികം വെന്റിലേഷനുകളാണ് ഇവിടെ ഉള്ളത്. ഒന്നും രണ്ടുമല്ല, 10,000-ത്തിലധികം. ഇക്കൂട്ടത്തിൽ ഏറ്റവും വലിയ വെന്റിലേഷന് 150 അടി നീളമുണ്ട്. ഭൂഗർഭ നഗരത്തിന് മുകളിലുള്ള പുറമേ നിന്ന് നോക്കിയാൽ കാണാവുന്ന യഥാർത്ഥ നഗരത്തിനും അതുപോലെ തന്നെ താഴെയുള്ള ഭൂഗർഭ നഗരത്തിനും വെള്ളം ലഭിക്കാവുന്ന രീതിയിലുള്ള കിണറായി ഉപയോഗിച്ചതായിരിക്കാം 150 അടി നീളമുള്ള വെന്റിലേഷൻ. ഏകദേശം 600-ലേറെ വാതിലുകളാണ് ഈ നഗരത്തിനുള്ളിലേക്കും പുറത്തേക്കും കടക്കാൻ ഉണ്ടായിരുന്നത്. ശത്രുക്കൾ കടക്കാതിരിക്കാനുള്ള വിദ്യകളും ചില വാതിലുകളിൽ പ്രകടമായിരുന്നു. ഉള്ളിൽ നിന്നും അടയ്ക്കാവുന്ന കല്ലുകൾ കൊണ്ടുള്ള വാതിലുകളായിരുന്നു പുരാതന നഗരത്തിൽ ഉപയോഗിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പുരാതന നഗരം ഒരു പരന്ന സ്ഥലമായി കണക്കാക്കരുത്, മറിച്ച് ധാരാളം തട്ടുകളായി ക്രമീകരിക്കപ്പെട്ട ഒരു നഗരമാണ്. വിദ്യാലയങ്ങളും ആരാധനാലയങ്ങളും എല്ലാം വിവിധ തട്ടുകളിലായി ക്രമീകരിക്കപ്പെട്ട രീതിയിലാണ് കണ്ടെത്താൻ സാധിച്ചത്. അടുക്കള, കുളിമുറി, ആരാധനാലയങ്ങൾ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. കൂടാതെ കുതിരകൾ, ആടുകൾ, കോഴി തുടങ്ങിയ വളർത്തുമൃഗങ്ങളെ പാർപ്പിക്കാനുള്ള സൗകര്യവുമുണ്ട്. AD 780-നും 1180-നും ഇടയിൽ ഭൂമിക്കടിയിലാണ് ഈ നഗരം നിർമ്മിച്ചതെന്ന് കരുതുന്നു. ഡേരിൻക്യൂയു നഗരത്തെപ്പറ്റി പുരാതന ഗ്രീക്ക് ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. ബൈസന്റൈൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് ഈ ഭൂഗർഭ നഗരം നിർമ്മിക്കപ്പെട്ടത്. അറബികളും ബൈസന്റൈൻ ചക്രവർത്തിയും തമ്മിൽ നിരന്തരമായി യുദ്ധങ്ങൾ നടന്നിരുന്ന കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ പ്രധാനമായും അറബികളിൽ നിന്നുള്ള രക്ഷക്കായാണ് ചക്രവർത്തി ഇങ്ങനെയൊരു ഭൂഗർഭ നഗരത്തിന് പിറവി നൽകിയതത്രേ. 14-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികളുടെ കയ്യിലും അതിനുശേഷം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കയ്യിലും നഗരം വന്നു ചേർന്നിരുന്നു.